ഇതിൻ്റെ അകത്ത് ഈ കലാരാജു എന്ന് പറഞ്ഞ കൗൺസിലറെയാണ് രാവിലെ തട്ടിക്കൊണ്ടുപോയത്. ഇപ്പോൾ അവർ പോലീസ് ഇടപെട്ട് അവരെ ഇപ്പോൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പം ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിച്ച അറിവ്. അവർക്ക് കാര്യമായ പരിക്ക് ഉണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ അനുമാനിക്കുന്നത്. കാരണം അവിടെ വളരെ ക്രൂരമായ നിലയിൽ അവർ മർദ്ദനത്തിന് വിധേയമായിരുന്നു. എല്ലാവരും കണ്ടതാണ്, അതിൻ്റെ ദൃശ്യങ്ങളും കയ്യിലുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ആവശ്യപ്പെട്ടത് അവരെ കണ്ടെത്തുക എന്നുള്ളതാണ്. ഒപ്പം തന്നെ വാഹനം കസ്റ്റഡി എടുക്കുകയും ആരൊക്കെ ഇതിൻ്റെ പിന്നിലുള്ള അവർക്കെതിരെ FIR ഇട്ട് അന്വേഷണം നടത്തണം എന്നുള്ള ആവശ്യമാണ് ഞങ്ങൾ മുമ്പോട്ട് വെച്ചത്. അതനുസൃതമായി ഇപ്പോൾ പോലീസ് ഇടപെട്ടിരിക്കുന്ന സാഹചര്യം വളരെ വൈകിയായിട്ട് ഇപ്പോൾ അവർ ഇടപെട്ടിരിക്കുകയാണ്, FIR ഇട്ടിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ വിശദാംശങ്ങൾ ഇനി കിട്ടാനുണ്ട് ഞങ്ങൾക്ക്. അതിൻ്റെ വിശദാംശങ്ങൾ കിട്ടാതെ ഒരു കൃത്യതയോടെ പറയാൻ സാധിക്കുകയില്ല. അപ്പോൾ എനിവേ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് നടന്നതിനെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം ഉണ്ടാവണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് പോലീസിൻ്റെ സംവിധാനത്തിൽ ഒട്ടും വിശ്വാസമില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. പോലീസ് ഇതിനെ സംബന്ധിച്ചൊരു അന്വേഷണം പോലീസ് ഇനി മുമ്പോട്ട് പോയാൽ ഇതെങ്ങനെ ആയിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾക്കൊരു ധാരണയുണ്ട്. കാരണം അവരുടെ മുന്നിൽ വെച്ചാണല്ലോ ഈ നാടകം മുഴുവൻ അരങ്ങേറിയത്. അവരുടെ മുന്നിൽ വെച്ചാണ്, ഡിവൈഎസ്പിയുടെ മുന്നിൽ വെച്ച് ഡിവൈഎസ്പി ഒത്താശ ചെയ്തുകൊണ്ടാണ് ഈ ആളെ തട്ടിക്കൊണ്ടുപോകുന്ന സാഹചര്യം അവിടെ ഉണ്ടായത്. അങ്ങനെയുള്ള പോലീസ് പറയുന്നത് അവർക്കറിയില്ല, അങ്ങനെ ഒരു സംഭവത്തെ കുറിച്ച് അറിയില്ല, 13 കൗൺസിലർമാരോടും വിട്ടുനിൽക്കാൻ മാത്രമാണ് ആവശ്യപ്പെട്ടതെന്നാണ്. അത് അവിടെ മാധ്യമങ്ങൾ, കൂത്താട്ടുള്ളത്തെ എല്ലാ മാധ്യമങ്ങളും ഉണ്ട്. നിങ്ങൾ അവരോട് ചോദിച്ചാൽ മതി. സത്യാവസ്ഥ എന്തെന്ന് അവർ പറയും, ഞാൻ പറയുന്നത് വിട്ടു. സത്യാവസ്ഥ എന്ന് അവിടുത്തെ മാധ്യമങ്ങൾ പറയും. അവിടെ കണ്ടുകൊണ്ടിരുന്ന നിഷ്പക്ഷരായ ജനങ്ങളുണ്ട്, അവരോട് ചോദിച്ചാൽ അവർ പറയും എന്താ അവിടെ സംഭവിച്ചെന്നുള്ളത്. അത് അവരുടെ വേർഷനല്ലേ. അപ്പോൾ ഇവരെ തട്ടിക്കൊണ്ടുപോയി ഇത്ര നാൾ എവിടെയാണ് 5 മണിക്കൂറിന് മുകളിൽ ഒരാളെ തട്ടിക്കൊണ്ടുപോയി ബലമായി പിടിച്ചു വെച്ചിരുന്നു. ഞങ്ങൾ മനസ്സിലാക്കുന്ന അവരെ വലിയ രീതിയിൽ സമ്മർദ്ദപ്പെടുത്തിയിട്ടുണ്ടാവണം. ഞങ്ങൾ സംശയിക്കുന്നുണ്ട്. വലിയ രീതിയിൽ അവരെ ഭീഷണിപ്പെടുത്തുകയും അവരെ സമ്മർദ്ദപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അത് യാതൊരു സംശയവുമില്ല. ആ രീതിയിൽ അവരുടെ ആ ഒരു സാഹചര്യമാണ് ഇപ്പം നിലവിൽ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു കൃത്യമായ നിലയിൽ സ്വതന്ത്രമായ നിലയിൽ അന്വേഷണം നടത്തിയാൽ, അല്ലാതെ ഇവിടുത്തെ പോലീസ് അന്വേഷിച്ചാൽ ഇത് വീണ്ടും കറയും കിടക്കത്തേ ഉള്ളൂ. അപ്പം കൃത്യമായ നിലയിലുള്ള അന്വേഷണം നടക്കണം, സ്വതന്ത്രമായ അന്വേഷണം നടക്കണം. എന്നാൽ ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരും. കാരണം അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അവരവിടെ കൊണ്ടുപോയി ഇവിടെ കൊണ്ടുപോയി എന്നൊക്കെ പറയുന്ന അവരെ വലിയ രീതിയിൽ സമ്മർദ്ദവും ഭീഷണിയും ആ കൗൺസിലർ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അവരുടെ മക്കളുമായിട്ട് അവർ ഫോണിൽ കൂടെ സംസാരിച്ചപ്പോൾ ഞാൻ അടുത്തുണ്ടായിരുന്നു. അവർക്ക് വലിയ രീതിയിൽ ശാരീരിക ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു എന്നാണ് അവർ മക്കളോട് ഫോണിൽ കൂടെ സംസാരിച്ചത്.